Action! First team, come. Please come. Second team, please. Just നാളെ ഒന്ന് ആൻസർ ഒന്ന് കറക്റ്റ് ഓക്കെ. പരസ്പരം എല്ലാരും ഒന്ന് നോക്കിക്കേ. നിങ്ങൾ എല്ലാരും ഓക്കെ. സാറിൻ്റെ കൂടെ അല്ല, മലയാളത്തിലെ പല ആർട്ടിസ്റ്റിൻ്റെ കൂടെ ആദ്യമായിട്ടാണ്. അതായത് എനിക്കൊന്നൊരു റഹ്മാൻ സാറിൻ്റെ കൂടെ ഇവിടെ എനിക്കൊന്ന് 83-ലാണ് റിലീസ്. ഫസ്റ്റ് സിനിമയിൽ തന്നെ മികച്ച രണ്ടാമത്തെ ആണെന്നുള്ള സ്റ്റേറ്റ് അവാർഡ് മേടിച്ച ആളാണ്. അന്ന് മുതലുള്ള ആരാധനയും അല്ലെങ്കിൽ ആ ഒരു വലിയ താരത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ള ഫീലിലാണ് ഞങ്ങൾ ആദ്യം അഭിനയിച്ചു തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് ഓരോ ദിവസവും നമ്മൾ കൂടുതൽ കമ്പനി ആവുകയും ഈ സിനിമയിലെ സീനുകൾക്കനുസരിച്ചിട്ട് ഉള്ള തമാശകളും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ബ്രദർ ഫീലാണ് ഇപ്പോൾ റഹ്മാൻ സാറിനോട്. അതാണ് ഞങ്ങൾ നേരത്തെ ലോഞ്ചിലും പറഞ്ഞത്. അത് ഉള്ളിൽ നിന്ന് പറഞ്ഞാണ്, ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണല്ലോ. ഈ ഒരു സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് വൈസ് പറഞ്ഞാൽ എത്രമാത്രം എൻജോയ് ചെയ്തു? നല്ല രസമായിട്ട് പോകുന്ന ഒരു പടമാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ലൗഡ് കോമഡീസാണ് ഇതിൽ കൂടുതൽ ഉള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലൗഡ് കോമഡീസ് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ നിലനിന്ന് പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള രസകരമായ മുഹൂർത്തങ്ങളും നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ സാധാരണ ചിരിക്കൽ കുറവാണ്. അതായത് ഇതിൻ്റെ റൂട്ടും പരിപാടിയൊക്കെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവുമല്ലോ. പക്ഷേ ഈ സിനിമയിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾക്ക് നല്ല രീതിയിൽ വായിച്ചപ്പോൾ തന്നെ ചിരി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ നമ്മൾ എന്താ പറയുക തിരഞ്ഞെടുക്കുകയും ഇത് അഭിനയിക്കുകയൊക്കെ ചെയ്തത്. ഇത് നല്ല രീതിയിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ എപ്പോഴും പറയുന്ന പോലെ പ്രേക്ഷകൻ്റെ കയ്യിലാണ്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. നിങ്ങളുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇവരും കൂടെ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടോ, എന്താണ് അതിന് പറയുന്നത്? വിഷ്ണു ഞാനിവിടെ ഇപ്പോൾ ഒരു പരിപാടി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ഫൺ മൂവിയാണ് അത്. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ഞാനും അവനും രണ്ടുപേരും അഭിനയത്തിൻ്റെ കുറച്ച് തിരക്കുകളിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കിയും കൂടി എഴുതി എത്രയും പെട്ടെന്ന് ഇക്കൊല്ലം തന്നെ ആ പടം ഷൂട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഞാൻ ബിപിൻ്റെ പേരായിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഉമ്മർക്കയുടെ അടിപൊളി പടംകാരി. ഞങ്ങൾ വളരെ എക്സ്പെക്റ്റേഷനിൽ ചെയ്യുന്ന ഒരു മൂവിയാണ്. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അമ്മയിലെ മീറ്റിംഗ് ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്താലും ഒരു കുഴപ്പമില്ല. അത്ര ആർട്ടിസ്റ്റുകളല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്ര ആർട്ടിസ്റ്റുകൾ കൂടി അഭിനയിക്കുന്നത്. അപ്പോൾ അത്ര വളരെ സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും വേണം. താങ്ക് യു. പുതിയ നായക കേട്ടോ, നമ്മുടെ ആദ്യം ഫസ്റ്റ് പടമാണ്. ഞാൻ ആര്യ മേനോൻ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പടമാണ് ഇത്. ആൻസൺ ചേട്ടൻ്റെ പേരായിട്ടാണ് അഭിനയിക്കുന്നത്. ഉമ്മാർ സാർ ഇത്ര നല്ലൊരു ചാൻസ് ഉണ്ടെങ്കിൽ വളരെ സന്തോഷം. പിന്നെ ആരാധിച്ച് പറഞ്ഞ തന്നെ നമ്മളെല്ലാം എങ്ങനെയാണ് അടിപൊളി പടം. നാടൊക്കെ എവിടെയാണോ? എൻ്റെ നാട് പറവൂര്. അതെ. Silence! ഫസ്റ്റ് മൂവിയാണല്ലേ? ഓ അതെ, ഫസ്റ്റ്. പഠിക്കുകയാണോ? ഞാൻ മോഡലിംഗ് ചെയ്യാണ്. പഠിത്തം കഴിഞ്ഞു. അഗ്രികൾച്ചർ. എന്താടാ കൃഷി എന്ന് പറയുമ്പോൾ എങ്ങനെ എത്തിപ്പെട്ടത്? സാറാണ് വിളിച്ചത്. ഇൻസ്റ്റയിൽ കോണ്ടാക്ട് പേരും കാര്യങ്ങളൊക്കെ. ഹായ്, എൻ്റെ പേര് സനാമാണ്. ഇതിൽ സെറ്റിലായിട്ടിൻ്റെ പേരായിട്ടാണ് ചെയ്യുന്നത്. എന്താ പറയുക, ഫസ്റ്റ് പടമല്ല, 2-3 പടം ചെയ്യുന്നത്. എന്താ പടം? അങ്ങനെ ഫസ്റ്റ് പടം ആറാട്ടാണ്. അതിൽ റിയാസ്റ്റാണ് മോളായിട്ടാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പടങ്ങൾ ചെയ്തു വരുന്നു. ഇതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ ഉമർക്കാരുടെ കൂടെയും പിന്നെ റഹ്മാൻക്കാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര എന്താ പറയുക സന്തോഷമുണ്ട്. സോ താങ്ക് യു. വീട് തൃശ്ശൂർ. ഗുരുവായൂരാണോ? ഓക്കെ. എങ്ങനെയുണ്ട് ഉമർക്കാട? അടിപൊളി. ഒമർ ഫൺ
അതന്നെയാണ് സെറ്റ്. எதுக்கடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ எதுக்கடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் நீ എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ പരമ ഹാപ്പി. ഭയങ്കര സന്തോഷം. ഒമർ ലുലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ഇതിനകത്ത് ഇന്ന് വരെ ഞാൻ ചെയ്യാത്ത ഒരു വേറിട്ടൊരു കഥാപാത്രമാണ് തന്നിരിക്കുന്നത്. അതെന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർ ബാക്കി തീരുമാനിക്കട്ടെ. ഏതായാലും ഒത്തിരി സന്തോഷം. ഇതിൻ്റെ പ്രൊഡ്യൂസർ അബ്രഹാം സാറിനും ശ്രീ ഒമർ ലുലുവിനും ഒത്തിരി സ്നേഹം. പിന്നെ റഹ്മാൻക്കയുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ്. കുട്ടിക്കാലത്തൊക്കെ ഒത്തിരി അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ട് എന്താ പറയുക, ഒത്തിരി അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിരുന്നു കൊച്ചിലെ. ആ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷം. ഏതായാലും ഈ സിനിമ ഒരു വൻ വിജയമായി മാറട്ടെ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. പ്രാർത്ഥനയോട് ടൈറ്റിൽ ലോഞ്ചിനിടയ്ക്ക് സംസാരിക്കുന്നതിനിടയ്ക്ക് കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നല്ലോ. സന്തോഷം കൊണ്ട് കണ്ടു നിറഞ്ഞതാണ് കാര്യം. ഒരു ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇതുപോലൊരു ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അത് പരീക്ഷിച്ചു. അദ്ദേഹം ഹാപ്പിയാണ് ഡയറക്ടർ. അത് കാണുമ്പോൾ ഒരു സന്തോഷം കണ്ണ് നിറഞ്ഞു പോയതാണ്. ഏതായാലും ഒരു സാധാരണ ചെയ്തുകൊണ്ടിരുന്ന വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്ന് ഇത് വ്യത്യസ്തമായൊരു കഥാപാത്രം. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ രീതിയിലാണ് ചെയ്യുന്നത്. ഞാനും ടിനിയാണ്, ഞങ്ങൾ ഒരുമിച്ചാണ്. ഒരു എന്താ പറയുക, കാളിക്കാവ് സുനി, ആൽത്തറ അമ്പാടി എന്ന 2 കഥാപാത്രങ്ങളാണ് ഞങ്ങൾ ഈ സിനിമയിൽ ഉടനീളമുണ്ട്. നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആവട്ടെ. അപ്പോൾ ടിനിച്ചേട്ട ഷൂട്ട് തുടങ്ങി. ഇപ്പോൾ ഇന്ന് അനൗൺസ് ചെയ്തു, പേരൊക്കെ അനൗൺസ് ചെയ്തു. അപ്പോൾ എന്ത് തോന്നുന്നു? എന്താണ് വിശേഷങ്ങൾ? അടുത്ത വിശേഷങ്ങൾ? നമ്മൾ ഷൂട്ട് നടക്കുമ്പോൾ ആ സിനിമ നമുക്ക് സ്ക്രീനിൽ കാണുമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്ന ഒരു പടമില്ല. എല്ലാ പടങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കാരണം ഇതിൻ്റെ ഓരോ ഷോട്ടും ഓരോ ആക്ടർ കൊതിക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ പറ്റുന്ന രീതി. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡറായിട്ടുള്ള ക്യാരക്ടറാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാസ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. അതിന് അവസരം തന്ന ഉമറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നതോടൊപ്പം ഒരു നിർമ്മാതാവ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു മാതാവ് എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു മാതാവിനാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയുമെന്ന് പറഞ്ഞ പോലെ ഒരു മാതാവിന് ഒരു ജന്മം നൽകാൻ സാധിക്കുള്ളൂ ഒരു കുഞ്ഞിന്. അതുപോലെ തന്നെയാണ് ഒരു നിർമ്മാതാവിനാണ് ഒരു സിനിമയ്ക്ക് ജന്മം കൊടുക്കാൻ സാധിക്കുള്ളൂ. അബാം മൂവീസ് ഇത്രയും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു സിനിമ, ശരിക്കും എനിക്ക് തോന്നുന്നു അബാമിൻ്റെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ പെടുന്ന ഒരു സിനിമയായിരിക്കും. അത്രയും ആർട്ടിസ്റ്റ് കാസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ ഇന്ന് തിയേറ്ററിന് ആവശ്യമായ പടമുണ്ട്. തിയേറ്ററിന് ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റു ചിന്തകളിലേക്ക് പോകാത്തൊരു സിനിമ തന്നെയായിരിക്കും. കാരണം ഓരോ സീനും അങ്ങനെ എൻട്രി പഞ്ച്, എക്സിറ്റ് പഞ്ച് എന്ന് പറഞ്ഞ പോലെയാണ്. ഓരോ സീനിനും ഓരോ പഞ്ചസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മികച്ച കലാകാരന്മാർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കലാകാരന്മാർ. അവരോടൊപ്പം ഒരു ഭാഗമാകാൻ സാധിക്കുന്നത് എല്ലാം ദൈവാനുഗ്രഹമാണ്. കാരണം ഇങ്ങനെയൊക്കെ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യാൻ സാധിക്കുക, ഇത് ചരിത്രത്തിൽ ഇടയ്ക്ക് മാത്രമേ ഇങ്ങനത്തെയൊക്കെ കിട്ടുള്ളൂ നമ്മുടെ ലൈഫിൽ തന്നെ. അപ്പോൾ അതുപോലത്തെ ഒരു ക്യാരക്ടർ, എനിക്ക് ഒരു പൂണ്ട് വിളയാടാൻ പറ്റുന്നൊരു ക്യാരക്ടർ കിട്ടിയതിൽ വളരെ സന്തോഷം. ഒരു ബാഡ് ബോയ്സ് തന്നെയാണോ മൊത്തത്തിൽ? പേര് പോലെ തന്നെ ബാഡ് ബോയ്സ് ആണോ? അത് അതിൻ്റെ വേറെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പ് ഒക്കെ മാറ്റിയിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരു ബാഡ് മുഖം ഉണ്ടാവുമല്ലോ, അത് ഇവിടെ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും ഒരു ബാഡ് ആയിട്ടുള്ളൊരു അത്. പക്ഷേ എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാഡ് ബോയ്സ് ആണത്. എൻ്റർടൈൻമെൻറ്റ് ഭാഗത്തുള്ളത്. നിയമങ്ങളൊന്നും തെറ്റിക്കാറില്ല, പക്ഷേ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ലോ ബ്രേക്ക് ചെയ്യാത്ത, റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന ബാഡ് ബോയ്സ് ആണ്. ഉമർക്കാടെ നേരത്തെ ഉള്ള സിനിമകളിൽ നിന്നൊക്കെ എത്രത്തോളം വ്യത്യസ്തത ഉണ്ടാവും ഇതിന്? എനിക്ക് തോന്നുന്നു ഉമറിൻ്റെ എല്ലാ പടങ്ങളും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ശരിക്കും ഒരു എൻ്റർടൈനറാണത്. സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റാണ്. അതിലെനിക്ക് തോന്നുന്നത് ഏറ്റവും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇരിക്കുന്നു. ഒരു ഹിറ്റാവും എന്ന് പ്രതീക്ഷിക്കാം. ഒരു ഹിറ്റല്ല, ഡബിൾ ഹിറ്റാണ്.
നമുക്കൊരു സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് പല പരാജയപ്പെട്ട സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, വിജയിച്ച സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചില സിനിമകൾക്ക് നമുക്കൊരു വൈബ് കിട്ടാറുണ്ട്. അത് നമ്മളിവിടെ ഷെയർ ചെയ്യണം. കാരണം ഇതിനുള്ള വൈബ് എന്ന് പറഞ്ഞാൽ വിജയത്തിൻ്റെ വൈബ് തന്നെയാണ്. നമുക്ക് ഒരു ആർട്ടിസ്റ്റിനെ എപ്പോഴും പെർഫോം ചെയ്യാനേ പറ്റുള്ളൂ, ബാക്കിയൊക്കെ ടെക്നീഷ്യൻസിൻ്റെ കയ്യിലാണ്. പക്ഷെ അവർ അസാധ്യമായിട്ട് നമ്മളെ പ്ലേസ് ചെയ്യുന്നു, നമ്മൾ പെർഫോം ചെയ്യാൻ അവസരം തരുന്നു, പെർഫോം ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹിറ്റായിരിക്കുന്നു. ഓക്കെ, എനിക്കിത് മാത്രം അറിയാം, എനിക്കൊന്നും ഒന്ന് ഇറങ്ങേണ്ട ആളല്ല. എനിക്ക് എന്നെ തന്നെ അറിയാം. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ദുരൂഹത ഉണ്ടോ തോന്നുന്നുണ്ടോ? അത് പറയാൻ അത് എനിക്കറിയില്ല. ബട്ട് എനിക്കറിയാം, എനിക്ക് എൻ്റെ അറിയാം, ഞാനിപ്പോൾ ഒന്നും ഇറങ്ങേണ്ട ആളല്ല. പക്ഷേ ഓഡിയൻസിൻ്റെ ഒരു വോട്ട് പ്രകാരമാണല്ലോ ഇപ്പോൾ ഈ എവിക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം ശരിയായി? ഇപ്പം ഞാൻ പുറത്ത് വന്ന സമയത്ത് ഐ സീൻ ഹ്യൂജ് ലവ് ഫ്രം ഓഡിയൻസ്. പുറത്തിറങ്ങുമ്പോഴും അല്ലെങ്കിൽ എയർപോർട്ട് കരുതിട്ടായാലും ഹ്യൂജ് റെസ്പോൺസാണ് ഞാൻ കണ്ടത്. സോ എനിക്ക് ആ ഹ്യൂജ് റെസ്പോൺസ് കണ്ടിട്ട് ഐ എം ഫീലിംഗ് ദാറ്റ് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്കെന്നാണ് എൻ്റെ ഒരു. അതെനിക്കറിയത്തില്ല, അത് അവർക്കറിയാം. അവിടെ ഇപ്പം സേഫ് ക്യാമറേഴ്സായിട്ട് ആരും തോന്നുന്നുണ്ടോ? അവിടെ ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആരും തോന്നുന്നു സേഫ് ഗെയിമർ അത് ഞാൻ പിന്നെ കാരണം കുറച്ചുകൂടെ മുന്നേ ശരണ്യേക്കാൾ മുമ്പ് പോകേണ്ടതായിട്ട് ഇപ്പം ഇറങ്ങേണ്ട ആളല്ലാന്ന് പറഞ്ഞില്ലേ? ഇഷ്ടംപോലെ അവിടെ സേഫ് ക്യാമറേഴ്സ് ഉണ്ടെന്നാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് പുറത്തിറങ്ങണം, അങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞ ആൾക്കാരുണ്ട്. സോ അവരൊക്കെ ഇറങ്ങട്ടെ. നോൺ പെർഫോമേഴ്സ്, ദേ ആർ നോട്ട് പെർഫോമിങ് ദ ടാസ്ക്, ദേ ആർ നോട്ട് അറ്റ് ഓൾ കോൺട്രിബ്യൂട്ടിങ് എനിത്തിങ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഇറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ലൊരാൾ വിന്നറാവണം. ടോപ്പ് 5-ൽ 5 പേര് പറയാൻ പറ്റും. ടോപ്പ് 5-ൽ എനിക്ക് ആഗ്രഹമുള്ള, ഞാൻ ഇഷ്ടപ്പെടുന്ന സിജോ, പിന്നെ ചിറ്റപ്പൻ, അർജുൻ. കപ്പ് ജിൻഡോ ചേട്ടനാകുമോ? ഇപ്പം ഞാൻ പറഞ്ഞ 3 പേരിൽ ആരായാലും എനിക്ക് ഞാൻ ഐ എം ഹാപ്പി. ഓക്കെ. ഇപ്പോൾ വേറെ കാര്യം, ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് ഭയങ്കര ഒരു വിവാദം നടക്കുന്നുണ്ട്. അഖിൽമാരായ ഒരു പ്രത്യേക ഞാൻ ബിഗ് ബോസ് ഹൗസിൽ ഇരുന്ന സമയത്താണ് ഈ അഖിൽമാരാറിൻ്റെ കാര്യങ്ങളൊക്കെ. സോ എനിക്ക് തോന്നുന്നില്ല അഖിൽമാരാർ എൻ്റെ പേരെടുക്കുന്നുണ്ട്. അഖിലോ അൺലെസ് അഖിൽമാരാർ എൻ്റെ പേരെടുക്കുന്നില്ല, എനിക്ക് തോന്നുന്നില്ല ഐ എം ദ വേൾഡ്. ഐ മീൻ എനിക്ക് അത് റെസ്പോൺസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് എൻ്റെ പേരെടുത്തിട്ടില്ല. ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റായ മൊത്തം സ്ത്രീകളെ കുറിച്ചാണ് അഖിൽമാരാർ പറഞ്ഞത്. മേ ബി ബിഗ് ബോസ് അഖിൽമാരാർ ചെയ്ത സീസണിലെ ആയിരിക്കാം, പക്ഷെ എൻ്റെ സീസണിൽ ഐ മീൻ എന്നെ പറഞ്ഞു. സോ എന്താ പറയുക, ഒരു ഫുൾ ആർട്ടിസ്റ്റുകളുടെ ഒരു 50-60 പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കിട്ടുക എന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും അതെല്ലാം തരണം ചെയ്ത് നമുക്ക് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കഥ കേൾക്കുമ്പോൾ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളും എന്താ പറയുക ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് അവർക്കില്ലാത്ത ഡേറ്റുകൾ പോലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് വന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതെ. സബ്ജക്റ്റ് സാരംഗ് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അപ്പം ആ തിരക്കഥ അദ്ദേഹം അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവതരണം ഒരു പ്രത്യേക രീതിയിലാണ് സാരംഗിൻ്റെ. എനിക്കൊന്നും ഞങ്ങൾ അവാമോയിസിന് ചെയ്യാനായിട്ട് ഈ കഥ കേൾക്കുമ്പോൾ പോലും ഒരുപക്ഷെ സാരംഗല്ല കഥ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലർ ഈ പറയുന്നതിൽ ഒരു ഇംപ്രഷൻ വരുന്നുണ്ട്. കഥ പറയുമ്പോൾ നമ്മൾക്കത് കേട്ടിരിക്കുന്നതിൽ അപ്പം എനിക്കൊന്ന് സാരംഗ് ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഞാൻ വിചാരിച്ചു എന്തോ തരാൻ കുറേ സാരംഗ് അത് പറഞ്ഞപ്പോഴേക്കും മിക്ക ആർട്ടിസ്റ്റുകളും സിനിമയിൽ എന്താ പറയുക ഒരു ഡേറ്റ് ഒന്നും ഇല്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളും നമുക്ക് വേണ്ടിയിട്ട് ഡേറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സിനിമയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ കണ്ടു കാണുമ്പോൾ ആർട്ടിസ്റ്റുകളുണ്ടെന്ന് അത് ഒരുപക്ഷെ കഥയുടെ ഒരു രസമാണ്. ഞാൻ പറയുന്നില്ല ഭയങ്കര സംഭവമാണ് തന്നെ പറഞ്ഞു. ഇത് രസകരമായിട്ട് പോകുന്ന ഒരു കളർഫുൾ മാസവും ഹ്യൂമറും എല്ലാം കൂടെ ഒന്നിച്ച് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ബാഡ് ബോയ്സ് അത്ര പാടൊന്നും അല്ലാട്ടോ പക്ഷെ എനിക്ക് എപ്പോഴും എന്താ പറയുക ഇപ്പം എന്നെ പറ്റിയാണെങ്കിലും ബാഡ് ബോയ് എന്നാണ് പറയുന്നത്. ഞാൻ ഗേൾ എന്നതിനേക്കാൾ ബാഡ് ഗേൾ ഇഷ്ടപ്പെടുന്നു. അതുപോലെ ബാഡ് ബോയ്സ് എന്നതിനേക്കാൾ ഞാൻ എന്താ പറയുക ഗുഡ് ബോയ്സ് എന്നതിനേക്കാൾ ബാഡ് ബോയ്സ് ഇഷ്ടപ്പെടുന്നു. അതിൽ നമ്മൾ ആ ബാഡ് ബോയ് എന്നുള്ളതിന് നെഗറ്റീവ് മാത്രം പിടിക്കില്ല. നെഗറ്റീവിൽ എപ്പോഴും ഒരു പോസിറ്റീവ് ഉണ്ടാവും അല്ലേ?
ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്. പിന്നെ നെഗറ്റീവിന് ഒരു പോസിറ്റീവ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. സോ ബാഡ് ബോയ്സ് തകർക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും ഈ മഴയൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ മഴ വന്നു. മഴയെ സപ്പോർട്ട് ചെയ്യാൻ നന്നായിട്ട് പറ്റും. ഈ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ടല്ലോ, അപ്പോൾ അവരുടെ ഡേറ്റ് കിട്ടാണ്ട് ഈ ഷൂട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയിട്ട് 1 മാസമായി. എത്ര പെട്ടെന്നാണ് 1 മാസം പോയത് എന്ന് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് 1 മാസം പോയത്. ഇതിനെയാണ് ഞങ്ങൾ കണ്ടു അപ്പോൾ എല്ലാവരും തന്നെ എത്ര പെട്ടെന്നാണ് 1 മാസം പോയത് എന്നാണ് പ്രശ്നങ്ങൾ വിളിക്കുന്ന ആ ഒരു അഡ്ജസ്റ്റ് ഡേറ്റിൽ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് അനുസരിച്ച് നമ്മൾ ഇപ്പം ഒരു 10 ദിവസത്തേന് നാളത്തെ നിർത്തി വയ്ക്കുന്നുണ്ട്. അത് ആർട്ടിസ്റ്റുകളുടെ ഡേറ്റ് ഒപ്പ് വരാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ 10 ദിവസം 12 ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ തുടങ്ങിയിട്ട് ഒറ്റ ഷെഡ്യൂളിൽ തന്നെ സിനിമ നോക്കുന്നതാണ്. ഒരു മിഡോട് കൂടിയിട്ട് അല്ലെങ്കിൽ ജൂൺ എൻഡോട് കൂടിയിട്ട് സിനിമയുടെ റിലീസ് പെട്ടെന്നുണ്ടാവും. റിലീസ് ഓണം റിലീസ്. താങ്ക് യു. പുതിയ വിശേഷം ഇന്ന് നമ്മുടെ ബാഡ് ബോയ്സിൻ്റെ ടൈറ്റിൽ ലോഞ്ച് ആയിരുന്നു. ഒമറക്കയുടെ ഉമർഫം സിനിമ ഇറങ്ങാൻ പോകുന്നു. റഹ്മാനൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഓൾമോസ്റ്റ് അത് തീരുമെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മഴയാണ്. അതെ അതെ, ബാഡ് ബോയ്സിൽ ഒരു ബാഡ് ബോയ് ആണ്. പറയുന്ന വിശേഷങ്ങൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതല്ലേ അതിൻ്റെ ഒരു രസം. ബാഡ് ബോയ് ഗുഡ് ബോയ് ആവോ, അല്ലെങ്കിൽ ഇതിനേക്ക് വൾഗറാവോ, അല്ലെങ്കിൽ ഇതിനേക്ക് മോശമാവോ എന്നൊന്നും സിനിമ കണ്ടിട്ടാണ്. പക്ഷേ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫൺ, അടിപൊളി സിനിമയാണ്. ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ് അങ്ങനെ റഹ്മാനൊക്കെ ഉണ്ട്, ബിബിനുണ്ട്, സെന്തിലുണ്ട്, ഞാനുണ്ട്, പിന്നെ ഒരുപാട് വേറെ ആർട്ടിസ്റ്റുകളുണ്ട്. ബാഡ് ബോയ്സ് ഒരു 4 പേരുണ്ട്. വേറെ അത് അബാമച്ചാൻ്റെ അടുത്ത്, അബാമിൻ്റെ അടുത്ത് ചോദിക്കും. അതല്ലെങ്കിൽ ഉമ്മറക്കയുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. മുമ്പ് കട്ട്റൂമിലും പിന്നെ കോമ്പറ്റീഷൻസിൽ എവിടെ വീട്? തമ്മന. ഇവിടെ ആരൊക്കെ കൂടെ ഉണ്ട്? അച്ഛനമ്മ ആരൊക്കെ? ഇതിലെന്താണ് മോളുടെ റോള് ഇവിടെ ഈ സിനിമയിൽ? പേരെന്താ മോളുടെ? അതല്ല, ക്യാരക്ടർ ഐറൻ. ഓക്കെ. എങ്ങനെയുണ്ട് റഹ്മാൻ സാറിന്റെ കൂടെ ഉള്ളത്? സെറ്റാണോ? ഞാൻ പറയുന്നത് സസ്പെൻസ് ആണ്. ഓക്കെ, പേരൊക്കെ പരിചയപ്പെടുത്തല്ലേ? ഞാൻ സോണിയ. മുൻപ് തന്നെ രാഹിൽ മകൻ കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്തത്. ഈ സിനിമ വന്നപ്പോൾ തന്നെ കാര്യം പറഞ്ഞു. വിളിച്ച് ഒത്തിരി സന്തോഷം. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്രൊഡക്ഷനിൽ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ കൂടെ ചെയ്യാനൊരു ഭാഗ്യം കിട്ടി. ഒത്തിരി സന്തോഷം. ഞാൻ ഇപ്പോഴും എക്സൈറ്റഡ് ആണ്. എനിക്ക് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. എന്തായാലും പടം റിലീസാവാൻ